ഹലോ, ഇന്ന് അച്ഛനും അമ്മയ്ക്കും പൊടിച്ചിക്കും ഡ്രസ്സ് എടുക്കാൻ പോവുകയാണേ. എൻ്റെത് ഓൾറെഡി എടുത്തിട്ടുണ്ട്. അതിൻ്റെ വ്ളോഗ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കുക, എൻ്റെ ചാനലിലുണ്ട്. അപ്പോൾ നേരെ പോയത് എൻ്റെ ബ്ലൗസിൻ്റെ കെട്ടിൻ്റെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കാനാണ്. എനിക്ക് തലേ ദിവസത്തെ ഡ്രസ്സ് ചെയ്യാനുണ്ട്, ഏട്ടൻ്റെ അവിടുത്തെ റിസപ്ഷൻ്റെ ഡ്രസ്സ് ചെയ്യാനുണ്ട്, സേവ് ദ ഡേറ്റിൻ്റെ ഡ്രസ്സ് ചെയ്യാനുണ്ട്. അപ്പോൾ എല്ലാം കൂടി നടക്കാത്തതുകൊണ്ട് ഹാൻഡ് വർക്ക് ചെയ്യാൻ സമയം കിട്ടത്തില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒന്ന് പുറത്ത്, ഞാൻ ഓൾറെഡി ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, ആ ഡിസൈൻ തന്നെ കൊടുത്തിട്ട് അതവർ ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അത് കൊടുത്തിട്ട് നേരെ പോയത് അച്ഛനും അനിയനും ഷർട്ട് എടുക്കാനാണ്. കല്യാണത്തിന് തലേന്നും നല്ല വാതിൽ എന്നൊക്കെ പറയുന്ന ഒരു ചടങ്ങുണ്ടല്ലോ, ഞങ്ങൾ ഇവിടെ അടുക്കള കാണാൻ പോവുക എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എടുക്കാനാണ് നേരെ പോയത്. അവിടെ ചെന്നിട്ട് മൊട്ടനടിയായിരുന്നു. അമ്മ എടുക്കുന്നത് എനിക്കിഷ്ടപ്പെടില്ല, ഞാൻ എടുക്കുന്നത് അനിയന് ഇഷ്ടപ്പെടില്ല, അവ എടുക്കുന്നത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല, അച്ഛന് പിന്നെ ഏതായാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് നിന്നു. ഇതിൻ്റെ ഇടയ്ക്ക് പൊടിച്ച് ഏതൊക്കെയോ ഷർട്ട് എടുത്തുകൊണ്ട് വരുന്നുണ്ട്, അതും ആർക്കും പിടിച്ചിട്ടില്ലായിരുന്നു. ഞങ്ങൾ പോയത് രാമചന്ദ്രനാണ്. വൈകുന്നേരം ആയി പോയപ്പോൾ, ഏകദേശം ഒരു 7:30 ആയി എത്തിയപ്പോൾ. അങ്ങനെ ഒരു മുട്ടനടിയതിന് ശേഷം, ഒരു ലോഡ് വാക്ക് തർക്കത്തിന് ശേഷവും ഞങ്ങൾ ഷർട്ട് എടുത്തു. പിന്നെ നേരെ പോയത് മുണ്ടൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ മുണ്ടും എടുത്തു. പിന്നെ പോയത് കമ്മലിനാണ്. ഇപ്പോഴേക്കും കടയൊക്കെ അടച്ചു തുടങ്ങി. ഞാൻ ആദ്യമായിട്ടാണ് നമ്മുടെ പഴവങ്ങാടി ഈസ്റ്റ് കോട്ടിൽ രാത്രി സമയം പോകുന്നത്. അങ്ങനെ ഒരുവിധം ഷോപ്പിലൊക്കെ കയറി പൊടിച്ചിക്കുള്ള ഡ്രസ്സ് ഞങ്ങൾ കട അടയ്ക്കാറായപ്പം ബായ് അടയ്ക്കല്ലേ എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ നേരെ പോയത്. പോയി പൊടിച്ചിട്ട് ഡ്രസ്സ് എടുത്തത്. പിന്നെ ഞങ്ങൾ നേരെ വടകര പോയി തട്ടുകടയിൽ പോയി ഫുഡ് അടിച്ചു. വർഷങ്ങൾക്ക് ശേഷവും ഞങ്ങളിങ്ങനെ രാത്രിയിൽ പുറത്ത് പോയി ഫുഡ് കഴിക്കുന്നത്. അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് നേരെ വീട്ടിൽ പോയി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.